പടന്നക്കാട് നെഹ്റു കോളേജിൽ 5 നാളുകളായി നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായി. 141 ഇനങ്ങളിൽ 3590 മത്സരാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. പടന്നക്കാട് നെഹ്റു കോളേജിൽ 5 നാളുകളിലായി നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് തുടക്കമായി. 6-നും 7-നും സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുന്നത്. 8-ന് സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിക്കും. സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം വീണ്ടും എത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രിക്കും പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രീ ഡിഗ്രി കാലം തൊട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കുകയും എല്ലാ വർഷങ്ങളിലും സർഗാത്മകമായ രചനകൾക്ക് സമ്മാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ കാലത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലേക്ക് അലയടിച്ചെത്തുന്നുണ്ട്. രണ്ടാം തവണയും നെഹ്റു കോളേജിലേക്ക് കലോത്സവം വരുമ്പോൾ കലയുടെയും സർഗാത്മകതയുടെയും സംഗമം പുതിയ കാല യൗവനങ്ങളെ പുതുവഴികളിലേക്ക് നയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ഈ വർഷത്തെ കലോത്സവം ഇന്നലെ 4-ാം തീയതി ആരംഭിച്ച് 8-ാം തീയതി വരെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് വെച്ച് നടക്കുകയാണ്. ഇന്നലെയും ഇന്നും കൊണ്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഏറ്റവും സുഗമമായി നടത്താൻ പ്രോഗ്രാം കമ്മിറ്റിക്കും സംഘാടക സമിതിക്കും സാധിച്ചിട്ടുണ്ട്. നാളെ ഓൺ സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനമാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ നാളെ 2 മണിക്ക് OR കേളു മിനിസ്റ്ററാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. മുഖ്യാതിഥിയായി പ്രകമ്പനം പുതിയ സിനിമയുടെ ടീമും ഈ കലോത്സവ നഗരിയിലേക്ക് എത്തും. കലോത്സവത്തിൻ്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഭക്ഷണം ഒരുക്കാൻ വേണ്ടി സംഘാടക സമിതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഏറ്റവും വിജയകരമായി ഈ കലോത്സവത്തെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘാടക സമിതിയും ജനകീയമായി നേതൃത്വം കൊടുത്തു വരികയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിക്കും. പ്രകമ്പനം സിനിമയുടെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലയിലെ MLA മാർ, സർവകലാശാല VC, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 141 ഇനങ്ങളിൽ 3590 മത്സരാർത്ഥികൾ പങ്കെടുക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെയും വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലെയും 99 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനെത്തുന്നത്. 11 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. നെഹ്റു കോളേജിന് പുറമെ പടന്നക്കാട് കാർഷിക കോളേജ്, അലാമിപ്പള്ളി, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും വേദികളുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.